ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ടാമത്തെ ആനിമേഷൻ മൂവിനെ കുറിച്ചാണ്. ഇത് ബേസിക്കലി ഒരു മാങ്ക ബേസ്ഡ് ആണ്. മാങ്ക എന്താണെന്ന് വെച്ചാൽ എനിക്കും വലിയ ഐഡിയ ഇല്ല. ബട്ട് ഇതൊരിക്കലും കോമിക് ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. കോമിക്കലി ഇൻസ്പയർഡ് മൂവി ആവാനാണ് സാധ്യത. ആനിമേഷനാണ്. ആൻഡ് ആനിമേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് എനിക്ക് പേഴ്സണലി ആനിമേഷൻ മൂവീസ് വളരെ ഇഷ്ടമാണ്. കാരണം ഇവിടെല്ലാം വരച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്ക് ആ ഡെപ്ത് മനസ്സിലാക്കാൻ പരമാവധി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആനിമേഷൻ ഡയറക്ടേഴ്സിനൊക്കെ വലിയൊരു എന്താ പറയുക റെസ്പെക്റ്റാണ് ടുവേർഡ്സ് എനിക്ക് ഈ മറ്റേ ഈ ഫിലിം എന്താ പറയുക മനസ്സിലായില്ലേ, അതിനൊക്കെ കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പോൾ 1995 15th ജൂലൈ ഇറങ്ങിയൊരു സിനിമയാണ് നമ്മുടെ വിസ്പർ ഓഫ് ഹാർട്ട് 1995. അപ്പോൾ ഇത് ബേസിക്കലി ഭയങ്കര ഒരു മെച്യൂർ തീം ഉള്ളൊരു തരം മൂവി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ത്രൂ ഔട്ട് നമ്മൾ ഏതൊരു മൂവി എടുത്ത് നോക്കിയാലും വളരെ ക്ലീഷേ റൊമാൻറ്റിക് കോളേജ് വൈബ്സ് തരുന്നൊരു മൂവിയാണ് ബേസിക്കലി എല്ലാ മൂവീസും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഒരു റീസെൻ്റ്ലി ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ആർച്ചീസ്. ഓഫ്, മറ്റേ തള്ള സഹിക്കില്ല ആ പണ്ടാരങ്ങൾ. ഓരോരുത്തരും നെപ്പോട്ടിസം പ്രൊമോട്ട് ചെയ്ത ഒരു മൂവിയാണ് അത് ബേസിക്കലി, അല്ലാണ്ട് ഒന്നുമില്ല. സ്റ്റാർ കിഡ്സ് എല്ലാം അഭിനയിച്ച് ഉള്ളൊരു ഞാൻ ഐ വോണ്ട് റെക്കമെൻഡ് യു വാച്ച് ദിസ്. അതിന് പകരം ഈ ഒരു മൂവി കാണാൻ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു റൈറ്റിങ്ങും ഒരുതരം സ്റ്റോറിയാണ് ഇതിൽ ഡെയിലി എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുണ്ട്. ഒരു ആ പെൺകുട്ടിയുടെ പേരെന്ന് വെച്ചാൽ ഷിസുക്കു എന്നാണ്. എന്നുവെച്ചാൽ ഭയങ്കര ഈ റീഡിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് ഈ ഷിസുക്കു. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനൊരു ലൈബ്രറിയനാണ്, അമ്മ ഹൗസ് വൈഫ് അല്ല, എന്തോ ജോലിക്ക് പോകുന്നുണ്ട്. ഒരു വീട്ടിലൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ഇത് ഒരു ഭയങ്കര ഒരു തരം എന്നിട്ട് പറയുക ഈ ബുക്സിന് അത്ര ഒബ്സഷൻ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു പേരെടുത്ത് കാണാറുണ്ട് ഏത് ബുക്സ് എടുത്താലും. ഒരു പേര്. അപ്പോൾ ഈ പേര് ആരാണെന്നറിയാം. ഞാൻ വായിക്കുന്ന എല്ലാ ബുക്കും ഈ പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഡുണ്ടല്ലോ, ബുക്ക് എടുക്കുന്ന ആളുടെ പേര് എഴുതി വയ്ക്കും. അപ്പോൾ ഈ പെൺകുട്ടി എടുക്കുന്ന ബുക്കിൻ്റെ എല്ലാ ബുക്കിലും ഈ ചെക്കൻ്റെ പേരുണ്ടാവും. ആൺകുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചെക്കൻ ആരാണെന്ന് അറിയാനുള്ളൊരു ത്രില്ലിങ് ഉള്ളൊരു മൂവിയാണ് ഫസ്റ്റത്തെ കുറച്ച് ഇത്. അത്ര രസമുള്ള ഒരു ഫസ്റ്റ് ഹാഫ് അല്ല, ബട്ട് സെക്കൻഡ് ഹാഫിനെ മുന്നേ തൊട്ടുള്ള ഭാഗങ്ങളെല്ലാം അടിപൊളിയാണ്. ആൻഡ് ഇതിൽ ഈ ചെക്കനെ ഈ പെണ്ണ് മുന്നും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനും കോൺവെർസേഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ചെക്കൻ എന്ന് വെച്ചാൽ സേജി എന്നാണ് ചെക്കൻ്റെ പേര്. ഹു വാണ്ട് ടു ബി എ മാസ്റ്റർ ഇൻ ലൂത്തിയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വയലിൻ ഉണ്ടാക്കുന്നൊരു പരിപാടിയാണത്. അപ്പോൾ ഈ ചെക്കൻ്റെ ഗ്രാൻഡ് ഫാദറും വലിയൊരു ആർട്സ് കളക്ടറാണ്. ഓരോ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു പൂച്ചക്കുട്ടിയുണ്ട്. 2 എണ്ണം ഉണ്ട് അതിൽ. ബേസിക്കലി ഒരു ആൺപൂച്ചയാണ്. ഞാൻ തമ്മിൽ കൊടുക്കാം ആ ഒരു ഫോട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുകയും കോമൺ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ഒരു ധാരണ വരും. ഇവർ കുറേ സംസാരിക്കും, കുറേ ഇൻട്രാക്ഷൻ ചെയ്യും. വീട്ടിലിരുന്ന് ഇവള് പാടും, അവൻ വയലിൻ വായിക്കും. അവൻ്റെ ഓരോ ആംബിഷൻ എന്താണ്, ഡ്രീം എന്താണെന്ന് രണ്ടുപേരും ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും. എല്ലാവർക്കും ഓരോ ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ട്. എന്നിട്ട് ഇവൻ ഈ ചെക്കൻ എന്ന് വെച്ചാൽ വലിയൊരു ആഗ്രഹമാണ് പാരീസിൽ പോയിട്ട് വയലിൻ ഉണ്ടാക്കണത് പഠിക്കണം. ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ്, ഒരു വലിയൊരാളുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കണം. അപ്പോൾ ഇവൾക്കാണെങ്കിൽ വലിയ ആംബിഷനൊന്നുമില്ല. ഒരു ബുക്ക് എഴുതണം എന്നാണ് ഒരു വലിയൊരു ഇത് വരുന്നത്. അപ്പോൾ അതിന് പുറമെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടി പഠിക്കുകയും ലാസ്റ്റ് സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതാൻ ഇടയാവുകയുണ്ട്. അപ്പോൾ ആ ബുക്ക് എഴുതാൻ ഇടയാവുന്ന കാരണം അത് എന്തായാലും ഒരു ഇതാണ്. കുറേ മലയാളം പറയുന്നുണ്ട് ഞാൻ. കുറച്ചുകൂടി പ്രൊഫഷണൽ ആവാൻ ശ്രമിക്കുക, അല്ലാണ്ടൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ കുറേ നമുക്ക് ഇഷ്ടപ്പെടില്ല. അത് മൈക്ക് ഇവിടെ നിൽക്കണേ. പിന്നെയെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സൈമിൾട്ടേനിയസ്ലി കുറേ എന്താ പറയുക കോൺവെർസേഷൻ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലാവും. എന്നിട്ട് ഒരാൾ ഞാൻ പറഞ്ഞല്ലോ പാരീസിൽ പോകാൻ നിൽക്കുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ ഏകദേശം 2-3 മാസത്തെ ചെക്കൻ പോവും. എന്നിട്ട് തിരിച്ച് വരെ നിനക്ക് വേണ്ടി ഞാനൊരു കഥ എഴുതി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കഥ എഴുതുന്നതായിരിക്കും സെക്കൻഡ് ഹാഫ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ മൂവി രണ്ടുപേരുള്ള ഒരു കോൺവെർസേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര രസമുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. കാരണം എനിക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെടാൻ കാരണം മെയിൻലി മെച്യൂർ തീമാണ്, മെച്യൂർ റൈറ്റിംഗ് ആണ്, ഒരു ക്ലീഷേ ഇതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. എന്തായാലും നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കുക. അധികം ലെങ്ത് ഇല്ലാത്തൊരു മൂവിയാണ്. ഏകദേശം ഒരു 1 മണിക്കൂർ
2 മണിക്കൂറത്തെ മൂവി ഉണ്ട്, എന്നാലും നല്ലൊരു വർത്താണ്, എക്സ്പീരിയൻസ് ആണ്. കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഡു വാച്ച് ഇറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ ബൈ.